ഞാൻ പറയുന്നത് ഖുർആനിൽ തെളിവില്ല, ഹദീസുകളിൽ തെളിവില്ല. വിശദമായി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. എന്നാ മുസ്ലിം പാരമ്പര്യത്തിന്റെ തെളിവുണ്ടോ? ഇല്ലേ, ഇല്ല. ഞാൻ പറയുകയല്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആരാണ് ശാഫിഈ ഇമാം? 10 ലക്ഷത്തോളം വരുന്ന ഹദീസ് പാണ്ഡിത്യമുള്ള മഹാമനീഷിയാണ്. കേരളത്തിലെ മുജാഹിദുകൾ ആദ്യകാലത്ത് എതിർത്തിരുന്നു. ഷാഫി ഇമാമിന് ഹദീസ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മുജാഹിദിന്റെ 7ാം സമ്മേളനത്തോട് പുറത്തിറക്കിയ അവരുടെ സുവരീരെടുത്ത് പരിശോധിച്ചാൽ കാണാം, ഇമാം ഷാഫി കഴിഞ്ഞ 14 നൂറ്റാണ്ടിലെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ പണ്ഡിതൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. അത്ര വലിയൊരു പണ്ഡിതൻ പിന്നെ ഉണ്ടായിട്ടില്ല. അല്ലാഹു തആല മുജാഹിദുകളെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുകയാണ്. നോക്ക് നിങ്ങൾ, അവരുടെ സുവനീറാണ് എന്റെ കയ്യിൽ. ആ പറഞ്ഞ ഷാഫി ഇമാം എഴുതിയ ഗ്രന്ഥമാണിത്, ഇഖ്തിലാഫുൽ ഹദീസ്. ഷാഫി ഇമാമിന്റെ സ്വന്തം ഗ്രന്ഥം. ഇതിൽ പറയുന്നത് എന്താണ്? വഖദ് കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസാഉം മിൻ അഹ്ലി ബൈതിഹി വ ബനാതിഹി വ അസ്വാജിഹി വ മൗലയാതിഹി വ ഖദമി അഹ്ലി ബൈതിഹി. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഭാര്യമാരുണ്ടായിരുന്നു, പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, അവിടുത്തെ സേവകരുണ്ടായിരുന്നു, സേവകരായ സ്ത്രീകൾ ഉണ്ടായിരുന്നു, അഹ്ലു ബൈത്തിൽപ്പെട്ട സ്ത്രീകൾ ഉണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. പക്ഷേ ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ خرجت الى شهود جمعه ولا الى جماعه في غيرها في ليل او نهار ولا الى مسجد قباء ولا الى غيرها في ليل او نهار. എന്താ പറയുന്നത്? റസൂലുള്ളാഹിന്റെ ഭാര്യമാർ നമ്മളെ പോലെയല്ലല്ലോ. 1 ഡസനോളം ഭാര്യമാരുണ്ടല്ലോ. ആ ഭാര്യമാരിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാര്യ, ഏതെങ്കിലും ഒരു മകൾ, ഏതെങ്കിലും ഒരു കുടുംബക്കാരിയായ സ്ത്രീ, അഹ്ലു ബൈത്തിൽപ്പെട്ട സ്ത്രീ, അടിമ സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീ ഇല്ലേ, ഇല്ല. പകലിലോ രാത്രിയിലോ ആരംഭ റസൂലിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ, കുടുംബക്കാരായ സ്ത്രീകൾ ഇല്ല. അവരാരും ജുമുഅക്കോ ജമാഅത്തിനോ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടു പോയ ചരിത്രമില്ല. പറയുന്നത് ആരാണ്? ഇമാമുന ശാഫിഈയാണ്. അങ്ങനെ ഒരു സംഭവം എനിക്കറിയുകയില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്റെ ഇഖ്തിലാഫുൽ ഹദീസ് എന്ന ഈ ഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? പൂർവീകരുടെ പാരമ്പര്യം ഈ വിഷയത്തിൽ മുജാഹിദുകളോടുകൂടെ ഇല്ല, സുന്നികളോടുകൂടെയാകുന്നു. ഇത് മുജാഹിദിനെ നിഷേധിക്കുകയാണെങ്കിൽ, അംഗീകരിക്കാൻ സന്മനസ്സില്ലെങ്കിൽ, മുജാഹിദുകൾ പുറത്തിറക്കിയ പത്രമുണ്ട്, പുടവ വനിതാ മാസിക. 995 മാർച്ച് ലക്കത്തിൽ ഇറങ്ങിയ പുടവ, ഈ പാദ ധന്യം എന്ന പേരിൽ മുജാഹിദിന്റെ വനിതാ മാസിക ലേഖനം നിങ്ങൾക്ക് കാണാം, സ്ക്രീനിൽ കാണാം. ആ ലേഖനത്തിന്റെ ഒരു റൈറ്റപ്പ് ഞാൻ വായിക്കാം. കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുത്ത 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക. നോക്കണേ നിങ്ങൾ, കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ഇബാദത്ത് ചെയ്ത, നിസ്കാരം ജമാഅത്തും നടത്തിയ 2 മുസ്ലിം വനിതകൾ. കേരളത്തിലേക്ക് ഇസ്ലാം എത്തിയത് എന്ന മുജാഹിദിന്റെ പുസ്തകം തന്നെ എന്റെ കയ്യിലുണ്ട്. റസൂലുള്ളാഹിന്റെ ശിഷ്യഗണങ്ങൾ, സ്വഹാബികളാണ് ഇവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചത്, അല്ലേ? റസൂലുള്ള പഠിപ്പിച്ച ഇസ്ലാമാണ് കേരളത്തിലുള്ളത്. സ്വഹാബത്ത് ഉൾക്കൊണ്ട ഇസ്ലാമാണ് കേരള മുസ്ലിമീങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്നിട്ടോ ആ സ്വഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാം കേരളത്തിൽ നിലനിൽക്കുന്നത് നമുക്കറിയില്ലേ? സ്വഹാബികൾ വന്ന് ഇവിടെ ചെയ്തത് കേരളത്തിൽ 10 പള്ളികൾ നിർമ്മിക്കുകയാണ്. ആ 10 പള്ളികൾ ഇന്നുമുണ്ടല്ലോ. ആ 10 പള്ളികളിൽ, ആ സ്വഹാബത്ത് നിർമ്മിച്ച പള്ളികളിൽ അവരാരും ജുമുഅക്കോ ജമാഅത്തിനോ കൊണ്ടുപോയിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം, 1-ാം നൂറ്റാണ്ടിൽ കൊണ്ടുപോയിട്ടില്ല, 2-ാം നൂറ്റാണ്ടിൽ കൊണ്ടുപോയിട്ടില്ല, 3-ലും 4-ലും 5-ലും 8-ലും 10-ലും 11-ലും 12-ലും 13-ലും 13.5 നൂറ്റാണ്ട് വരേക്കും 1350 വർഷക്കാലം കേരളത്തിലെ പള്ളികളിലേക്ക് മുസ്ലിം സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും കൊണ്ടുപോയിട്ടില്ല എന്ന് ഞാൻ പറയുന്നതല്ല, മുജാഹിദിന്റെ പത്രം പറയുന്നു. കേരളത്തിൽ ആദ്യമായി പോയിട്ടുള്ളത് 2 സ്ത്രീകളാണ്. ഏതാ 2 സ്ത്രീകൾ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒന്ന് വെള്ളാറമ്പാറ ഖദീജ കുട്ടി, മറ്റൊന്ന് PK ആമിന. ഇത് ഖദീജ ബീവിയല്ല, ആമിന ബീവിയുമല്ല. മലപ്പുറം ജില്ലയിലെ എടവണ്ണക്കടുത്ത ഒതായി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആ സ്ഥലത്തുള്ള 2 സ്ത്രീകളാണ് ഇവർ. ഈ സ്ത്രീകൾ ജുമുഅക്കും ജമാഅത്തിനും പോകാൻ തുടങ്ങിയത് എന്നാണ് നാം ചിന്തിക്കണം.
സഹോദരന്മാരെ, 1950-കൾ 40-കൾക്ക് ശേഷമാണ് അവർ ജുമുഅക്കും ജമാഅത്തിനും പോവാൻ തുടങ്ങിയത്. നിങ്ങൾ ചിന്തിക്കൂ, മുജാഹിദ് കേരളത്തിൽ ഉണ്ടായതെന്ന 1920-കളിൽ 24-25-കളിലാണ് മുജാഹിദ് ഉണ്ടായതെങ്കിൽ അന്ന് ഇങ്ങനെ ഒരു ജുമുഅക്കും ജമാഅത്തിനും കൊണ്ടുപോകണമെന്നൊരു സുന്നത്ത് അന്ന് ഇസ്ലാമിൽ ഇല്ലായിരുന്നു. 920-ൽ കൊണ്ടുപോയിട്ടില്ല, 25-ൽ കൊണ്ടുപോയിട്ടില്ല, 30-ൽ കൊണ്ടുപോയോ? പോയിട്ടില്ല. 35-ൽ കൊണ്ടുപോയോ? ഇല്ലേ ഇല്ല. 40-ൽ കൊണ്ടുപോയോ? ഇല്ല. അന്ന് മുജാഹിദുകൾക്ക് ജുമുഅക്കും ജമാഅത്തിനും പോകുന്നത് അത് സുന്നത്ത് പോലുമില്ല എന്ന് മുജാഹിദിന്റെ അൽമനാറിൽ വ്യക്തമായി എഴുതിയത് എന്റെ കൈവശമുണ്ട്. നോക്കൂ നിങ്ങൾ, അന്നൊന്നും ഇത് സുന്നത്ത് പോലുമില്ല. ഇപ്പോഴോ? ഇപ്പൊ മുജാഹിദുകൾക്ക് പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോയെങ്കിലേ അവർക്ക് സന്തോഷമാവുകയുള്ളൂ. ഇതേതാണ് മതം ഞങ്ങൾക്കറിയുന്നില്ല. 1350 കൊല്ലത്തെ പാരമ്പര്യമെടുത്ത് പരതിയാൽ അന്നൊന്നും സ്ത്രീകളെ ജുമുഅക്കും ജമാഅത്തിനും വലിച്ചു കൊണ്ടുപോകുന്ന സമ്പ്രദായമില്ല എന്ന് മുജാഹിദുകൾ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം അവരുടെ വനിതാ മാസികയിൽ രേഖപ്പെടുത്തി വെക്കുമ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതിന് പൂർവികരുടെ പാരമ്പര്യമുണ്ടോ? എവിടെ എത്തി മുജാഹിദുകൾ? ഇസ്ലാമിലെ ഓരോ മത നിയമങ്ങൾ വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശദീകരിക്കാൻ സമയമില്ല. ഞാനിപ്പോ ഒന്നുകൂടി ഓർക്കുകയാണ്. മുജാഹിദ് ഇപ്പൊ പറഞ്ഞു നിങ്ങൾക്കറിയാമോ, സ്ത്രീകളെ ജുമുഅക്കും ജമാഅത്തിനും കൊണ്ടുപോകണമെന്ന് മാത്രമല്ല, ഇപ്പൊ മുജാഹിദുകൾ ഈയിടെയായിട്ട് ഒരു പുതിയ നിയമം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ? മുജാഹിദുകൾ സ്ത്രീകൾക്ക് ജുമുഅക്കും ജമാഅത്തിനൊക്കെ പോകണമെങ്കിൽ പഴയതുപോലെയല്ലല്ലോ. ഈ യാത്രാ സൗകര്യങ്ങൾ കൂടിയ കാലഘട്ടമാണ്. പഴയ കാലത്ത് നടന്നാ എല്ലാവരും പോയിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ വാഹനത്തിലാ. അപ്പൊ കാറിൽ പോകാം, അതുപോലെ ജീപ്പിൽ പോകാം, പലതിലും പോകാം. ഇപ്പൊ അതൊന്നുമല്ല. ലാസ്റ്റ് ഒരു മുജാഹിദ് സ്ത്രീയും മുജാഹിദ് സുല്ലമിയോട് ചോദ്യമാണ്. എന്താ ചോദ്യം? അല്ല, സ്ത്രീകൾക്ക് ബൈക്കിൽ യാത്ര ചെയ്യാമോ? ബൈക്കിൽ യാത്ര ചെയ്യാമോ? എങ്ങനെ? സ്ത്രീകൾ ഒറ്റക്ക് ബൈക്ക് വിട്ടു പോകാമോ എന്നല്ല, അതിലാർക്കും സംശയമില്ല. അതിപ്പോ എല്ലാവരും പോകുന്നുണ്ട്. അവിടെ അല്ല ചോദ്യം. ചോദ്യത്തിന്റെ മർമ്മമുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ, അന്യ പുരുഷൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ബൈക്കിന്റെ പിന്നിലിരുന്ന് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാമോ? അന്യ പുരുഷൻ ഇതിങ്ങനെ ഓടിക്കാണ്, അതിന്റെ പിന്നിൽ സ്ത്രീകൾക്ക് കയറിപ്പറ്റി പോകാമോ? സ്വാഭാവികമായ ചോദ്യം. മുജാഹിദിന്റെ വനിതാ മാസിക പുടവയാണ് എന്റെ കയ്യിൽ, അതിലാണ് ഈ ചോദ്യം. അപ്പോ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാരണം സജീവ പ്രവർത്തകനായ അയ്യസുബുകാരന്റെ ഭാര്യയാണ്. അവൻ ഗൾഫിലാണ്, ഭാര്യക്ക് പള്ളിക്ക് പോകണം, വേറെ മാർഗമൊന്നുമില്ല. അടുത്ത വീട്ടിൽ സജീവ പ്രവർത്തകൻ അയ്യസമുകാരനുണ്ട്, അവന് ബൈക്കും ഉണ്ട്, അവൻ ഏതായാലും പള്ളിക്ക് പോവാണ്. എന്നാ അതിന്റെ മേലാണ് ചാടിയിരുന്ന് പോകാൻ പറ്റുമോ? ചോദ്യം നല്ല പ്രസക്തം തന്നെയാണ്. അതായിരിക്കും അതിന്റെ താല്പര്യം. അപ്പൊ മൗലവിയുടെ സുല്ലമിയുടെ ഫത്വ നിങ്ങൾ ചിന്തിക്കണം. എന്താ ഫത്വ എന്നറിയോ? മറുപടി കേട്ടോളൂ, വിശദീകരിക്കാൻ സമയമില്ല. എന്നാൽ ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് അന്യ പുരുഷന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല. എങ്ങനെ? അന്യ പുരുഷന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിക്കണം എന്നുള്ളൂ. എങ്ങനെയുണ്ട്? പുരുഷന്മാർ ജാഗ്രത, യുവാക്കൾ പ്രത്യേകം ജാഗ്രത. ഏത് മുജാഹിദ് പള്ളിയുടെ മുന്നിലൂടെ പോകുമ്പോ വല്ല പെണ്ണും അതിലേക്ക് ചാടി വീഴും, കാത്തുള്ളി. അപ്പൊ ഒരു സ്വാഭാവിക സംശയം എന്താ? ബൈക്കിന്റെ പിന്നിലിരുന്നാൽ ബാലൻസ് ക്ലിയർ ആണെങ്കിൽ നമുക്കറിയാം, പുരുഷന്മാരായ നമുക്കാണ് ഈ സുഖാണ്. ഒരു കാലം അങ്ങോട്ടും ഒരു കാലം ഇങ്ങോട്ടും ഇട്ടിരുന്നാല് സംഗതി ക്ലിയർ ആയി കിട്ടും, അല്ലേ? അപ്പൊ സുഖമായിട്ട് ബാലൻസ്. പെണ്ണുങ്ങൾക്ക് അത്ര തന്നെ ഇരിക്കാൻ സുഖം കിട്ടൂലല്ലോ, നമ്മളെ മാതിരി പുരുഷന്മാരെ മാതിരി ഇരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോ അവരെന്ത് ചെയ്യേണ്ടി വരും? 2 കാലും മുന്നിൽ കിട്ടിട്ട് ഓല് ഇരിക്കേണ്ടി വരിക. അങ്ങനെ ഇരിക്കുമ്പോ പിടുത്തം കിട്ടണമെങ്കിൽ മുന്നിലുള്ള ആളെ പിടിക്കേണ്ടി വരും, അല്ലെ? നമുക്കറിയാം, മുന്നിലുള്ള ആളാണെങ്കിൽ അവൻ അന്യ പുരുഷനാണ്. ആ പിടുത്തം വിരൽ തന്നെ എവിടെ നിങ്ങൾ ചിന്തിക്കും ചെയ്തോളി. ഏതാവട്ടെ, അങ്ങനെയാണ് ബൈക്കിന്റെ പിന്നിലെ പിടുത്തം വരിക. അപ്പൊ സ്വാഭാവികമായും അത് തൊടേണ്ടി വരും അന്യ പുരുഷനെ. അപ്പൊ അതിന് മുജാഹിദ് മൗലവിയുടെ ഫത്വ നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് ഒരു ഫത്വ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്താ? എന്നാൽ സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. പരമാവധി ശ്രമിക്കണം. പിന്നെ ബൈക്കല്ലേ, വല്ല കുണ്ടിലും കുഴിയിലോട് ചാടുമ്പോ അടക്കിയോടെ പിടിച്ചെന്നെ, അത് കാര്യാക്കണ്ട. എങ്ങനെയുണ്ട് മുജാഹിദിന്റെ ഫത്വ? എന്നിട്ട് കഴിഞ്ഞില്ല, ചോദിക്കണത് എന്താ? എന്നിട്ട് പറയുന്ന ഒരു നിബന്ധന ഉണ്ട്. മുജാഹിദാകുമ്പോ നമ്മള് എന്തെങ്കിലും പറയാൻ പറ്റൂലോ, ഉള്ളതൊക്കെ പറയണം. നിബന്ധന എന്താന്ന് വെച്ചാല്, സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും 24 മണിക്കൂറിന്റെ ഉള്ളിൽ പെണ്ണിനെ തിരിച്ചേൽപ്പിക്കേണ്ടതാകുന്നു. അതായത് ഒരു രാത്രിയും ഒരു പകലും ദീർഘമാവാത്ത യാത്ര നോക്കണം നിങ്ങൾ. അതിനെന്നെ 24 മണിക്കൂർ അറിയാം. ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ കിട്ടിയ 24 മണിക്കൂർ വേണം. ഒമ്പല് എവിടുന്ന വരുന്നത്?
ഇവരെ മതം ഏതാ നമുക്ക് മനസ്സിലാകുന്നില്ല. സഹോദരന്മാരെ, ഞാൻ ഓരോന്ന് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല, താല്പര്യമുണ്ട്, സമയമില്ല. നിങ്ങൾ നോക്ക്, പൂർവീകർ പഠിപ്പിച്ച ഇസ്ലാമിക ആശയങ്ങളെ ഓരോന്ന് വെട്ടിമുറിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ അതാണ്. നമ്മൾ തർക്കമുള്ള വിഷയങ്ങൾ ഏതെടുത്തോളൂ, നിങ്ങൾ ഓരോന്ന് ഖുനൂത്ത്, കൂട്ടപ്രാർത്ഥന എടുത്തോളൂ, അതുപോലെ മന്ത്രം എടുത്തോളൂ, ഉറുക്കെടുത്തോളൂ, ഏലസ് എടുത്തോളൂ, പിഞ്ഞാണം എഴുതി കുടിക്കൽ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതെടുത്ത് പരിശോധിച്ചാലും പൂർവീകരുടെ പാരമ്പര്യം ആ വിഷയത്തിൽ സുന്നികളോട് കൂടെയാണ്. പാരമ്പര്യം 13-14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ മരണ വീട്ടിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ മുഴുവനും അനാചാരമാണ് എന്നാ മുജാഹിദ് പറയുന്നത്. അതേതൊക്കെ? മരിച്ചിടത്ത് ഖുർആൻ ഓത്താവട്ടെ, അങ്ങനെ ദുആയാവട്ടെ, മയ്യത്ത് വെക്കുമ്പോഴുള്ള ദുആയാവട്ടെ, മയ്യത്ത് എടുക്കുമ്പോഴുള്ള ദുആയാവട്ടെ, അത് കഴിഞ്ഞ് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലലാവട്ടെ, തൽഖീൻ ചൊല്ലലാവട്ടെ, അവിടുന്ന് ഖബറിന്റെ അരികിൽ ഖുർആൻ പാരായണമാവട്ടെ, ദുആയാവട്ടെ, അടിയന്തരമാവട്ടെ, 40 ആവട്ടെ, അല്ലെങ്കിൽ ആണ്ടാവട്ടെ, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ മുഴുവനും നരകത്തിലേക്ക് പോകുമെന്ന് മുജാഹിദ് പറയുന്നു. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് നാം ഈ പറയുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, അത് മുഴുവനും പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അടിയന്തരമാവട്ടെ, ആണ്ടാവട്ടെ, അല്ലെങ്കിൽ മരണപ്പെട്ട മയ്യത്തിന്റെ അരികിൽ ഖുർആൻ പാരായണം, ദിക്ർ ചൊല്ലൽ, എല്ലാ കാര്യങ്ങളും പ്രമാണമെടുത്തു പരതിയാൽ നമുക്ക് കാണാം സുന്നികളോട് കൂടെയാണ് അതിന്റെ പാരമ്പര്യം. എനിക്കിവിടെ വിശദീകരിക്കാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് ഈ വിഷയങ്ങളിലൊക്കെ ചോദ്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ മറുപടി പറയും ഇൻഷാ അല്ലാഹ്. ഞാൻ ആ ഭാഗം അധികം നീട്ടുന്നില്ല. ഞാൻ പറയുന്നത് തർക്കമുള്ള വിഷയങ്ങൾ എടുത്തോളൂ, മൗലിദാഘോഷവും മാലമൗലിദും, എല്ലാ വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചാലും സ്ഥിതി വിശേഷം ഇതാണ്. പൂർവീകർ പഠിപ്പിച്ച പാരമ്പര്യം അത് സുന്നത്ത് ജമാഅത്തിന്റെ കൂടെ, സുന്നികളോട് കൂടെയാണ്. കേരളത്തിലെ മുജാഹിദുകൾ പറയുന്നത് എന്താണ്? ഈ നിങ്ങൾ പറയുന്ന ഈ ഹോജാക്കളും പാരമ്പര്യം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഖുർആനും സുന്നത്തും, അതനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഗവേഷണം ചെയ്യും എന്നാണ്. മുജാഹിദുകൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച ഒരു കോലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് രൂപങ്ങൾ അവരെ ഗവേഷണത്തിന്റെ ഇവിടെ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയമുണ്ടെങ്കിൽ ഇടക്കിടക്ക് ഞാൻ കാണിച്ചു തരും. ഞാൻ എല്ലാം വളരെ നീട്ടുകയില്ല. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പൂർവീകരുടെ പാരമ്പര്യവും പൈതൃകവും അതിന്റെ കൂടെയാണ്, സുന്നികളോട് കൂടെയാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന, വഹാബി പ്രസ്ഥാനം എന്ന, സലഫി പ്രസ്ഥാനം എന്ന, ഇസ്ലാഹി പ്രസ്ഥാനം എന്ന ഈ ഏടാകൂട കമ്പനി ഉണ്ടല്ലോ, ഇവർക്കുള്ള തകരാറുകൾ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ നാം വിമർശിക്കുന്നത്, നാം കുറ്റപ്പെടുത്തുന്നത്, അവരുടെ പ്രസ്ഥാനം ശരിയല്ല എന്ന് നാം പറയുന്നത്? നാം ചിന്തിക്കേണ്ടതാണ്. വിശദമായി പറയാനും അത് വിശദീകരിക്കാനും ഇവിടെ സമയമില്ലെങ്കിലും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിക്കുകയാണ്, കാണിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം, സഹോദരന്മാരെ, കേരളത്തിലുള്ള, ലോകത്തുള്ള വിശ്വാസി ലക്ഷങ്ങളെ മുഴുക്കയും മുശ്രിക്കും കാഫിറുമാക്കി പ്രഖ്യാപിക്കുന്നവരാണ്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ തകരാറ്. മുജാഹിദുകൾ പറയും, ഞാനിത് പറയുമ്പോൾ ഇപ്പോഴും മുജാഹിദ് ഇങ്ങനെ പല്ല് ഇറുമ്പലുണ്ടാവും. നിങ്ങൾ ഇറുമ്പിട്ട് ഒരു കാര്യമില്ല, ഞാൻ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് തന്നെ പോകുള്ളൂ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചോളൂ, ഞങ്ങൾ ആരെയും കാഫിറാക്കുന്നില്ല, ഞങ്ങൾ ആരെയും മുശ്രിക്കാക്കുന്നില്ല എന്ന് മുജാഹിദ് ഇങ്ങനെ സ്വസ്ഥായിട്ട് ഒറ്റക്കിരുന്ന് ഇങ്ങനെ പറയും. മുജാഹിദ് മൗലവിമാര് വേദി കിട്ടിയാൽ സുന്നികളുള്ള നാട്ടിൽ വെച്ച് പ്രസംഗിക്കുകയാണെങ്കിൽ അവിടെ വെച്ചും പറയും. എന്താ പറയുന്നത്? ഞങ്ങൾ ആരെയും കാഫിറാക്കുന്നില്ല, മുശ്രിക്കാക്കുന്നില്ല. മുജാഹിദ് നേതാവ് സക്കരിയ സലാഹി പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ആരെയും കാഫിറാക്കുന്നില്ലേ ഇല്ല. കേട്ടോളൂ, അയാൾ പറയട്ടെ എന്ന് വെച്ചു കൊടുക്കും. യഥാർത്ഥത്തില് ശിർക്ക് എന്താണ്, കുഫർ എന്താണെന്ന് വിശദീകരിക്കുകയല്ലാതെ ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ്, ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ് എന്ന് പറയുന്ന സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു പരിപാടി മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മൾ ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നിങ്ങൾ കണ്ടോളൂ, മുജാഹിദിന്റെ വലിയൊരു നേതാവുണ്ട്. ആ നേതാവ് പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. എന്താണ്? സുന്നികൾ മൊത്തവും മുശ്രിക്കുകളാകുന്നു എന്ന് അയാൾ പറയുന്നു. എന്ന് വെച്ചു കൊടുക്കും. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഏതാനും ചില മൗലവിമാരുടെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം കേൾപ്പിച്ച് ചോദ്യോത്തരത്തിലേക്ക് കടക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോരാടി. അല്ലാഹു അക്ബർ എന്ന സ്ഥാനത്ത് മൊയ്തീൻ ശൈഖിനെ പ്രതിഷ്ഠിച്ച മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ്, സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്കും നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. കണ്ടോ, മുശ്രിക്കുകളായ സുന്നി സമൂഹം,
അപ്പൊ സുന്നി സമൂഹം മുശ്രിക്കുകളാകുന്നു. മറ്റേ ആള് പറഞ്ഞതോ ഓല് മുശ്രിക്കാണ് കാഫിറാണെന്ന പരിപാടി ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല. നോക്കിങ്ങള് നോണ തുടങ്ങണുള്ളൂ, നോണ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ മുജാഹിദിന്റെ നോണ ഞാൻ അങ്ങനെ കാണിച്ചു തരും. ഇനി നിങ്ങൾ നോക്ക്, ഇയാൾ തന്നെ പറയുന്നത് കേൾപ്പിച്ചു തരാം. എന്താണ് അദ്ദേഹം പറയുന്നു? ഷിർക്കിന്റെ ഗോഡൌണുകളാണ് രാജ്യത്ത്, ലോകത്ത് 2 രാഷ്ട്രങ്ങളുണ്ട്. ഒന്ന് പാകിസ്ഥാനാണ്, മറ്റൊന്ന് ഇറാനാണ്. അതൊക്കെ ഷിർക്കിന്റെ ഗോഡൌണുകളാണ്. ഷിർക്ക് മൊത്തമായും ചില്ലറയായും വിൽക്കുന്ന കേന്ദ്രങ്ങളാണ്. കേട്ടോളൂ, പറയട്ടെ. ലോകത്ത് 2 രാജ്യങ്ങൾ, ഷിർക്കിന് വേണ്ടി മാത്രം ജീവിക്കുന്ന 2 രാജ്യങ്ങൾ. ആ 2 രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണ്, ഒന്ന് പാകിസ്ഥാനാണ്. ഷിർക്കിന്റെ കൂടാരങ്ങളെ, ഗോഡൌണുകളാണ് പാകിസ്ഥാനൊക്കെ ഷിർക്കിന്റെ. അടക്ക ജമാഅത്തെ ഇസ്ലാം ഉണ്ടത്രേ, സെൽഫികളുണ്ടെന്നാ കേൾവി. എന്താ അവിടെ നടക്കുന്നത് അല്ലാഹു അലം. പക്ഷെ ഏതായിരുന്നാലും പാകിസ്ഥാനികളെ ഞാൻ ഒരുപാട് രാജ്യത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. പാകിസ്ഥാനികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഷിർക്കിന്റെ ആളുകളാണ്. വാക്യം ഷിർക്കിന്റെ വിഭാടനം, തൗഹീദിന്റെ പ്രയാണം. കേട്ടില്ലേ നിങ്ങൾ? അപ്പൊ ഷിർക്കിന്റെ ഗോഡൌണുകളാണ് അവിടൊക്കെ. ബഹുഭൂരിപക്ഷ ആളുകളും ഷിർക്ക് ചെയ്യുന്നവരാണ്, മുശ്രിക്കാകുന്നു. മറ്റേ ആള് പറഞ്ഞതോ ഷിർക്കാക്കുന്ന പരിപാടി ഞങ്ങൾക്ക് ഇല്ലേ ഇല്ല. മുജാഹിദ് പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന തകരാറുകൾ എന്താണെന്നാണ് ഞാൻ പറയുന്നത്. കേട്ടോളൂ. ഇനി ഇയാൾ തന്നെ പറയുന്നു, സുന്നികളും ക്രിസ്ത്യാനികളും ഇസ്ലാമിന് കണക്കാണ്, രണ്ടും ഒരുപോലെയാണ്. പറയട്ടെ. വെച്ചുകൊടുക്കും. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ, രണ്ടു വന്നു. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ, രണ്ടു വന്നു. കണ്ടോ? ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാണ്, രണ്ടും ഒന്നാകുന്നു. സുന്നികളായ നമ്മളെ ക്രിസ്ത്യാനികളെ പോലെയാകുന്നു. കേട്ടോളൂ നിങ്ങൾ. എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ശരിയല്ല എന്ന് നമ്മൾ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. കഴിഞ്ഞില്ല, ഇയാൾ തന്നെ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. സുന്നികളായ നമ്മളൊക്കെ വിഗ്രഹ ആരാധകരാകുന്നു. മഅദല്ലാഹ്. വിഗ്രഹത്തിനെ, ബിംബത്തിനെ ആരാധിക്കുന്നവരാണത്ര നമ്മളൊക്കെ. മമ്പുറത്തെ തങ്ങൾ ഒരു വിഗ്രഹമാകുന്നു. മഅദല്ലാഹ്. കേട്ടോളൂ, അയാൾ പറയട്ടെ. അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്. അദ്ദേഹത്തെയാണ് ആരാധിക്കുന്നത്. കേട്ടില്ലേ നിങ്ങൾ? അപ്പൊ മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹാണ്, സുന്നികൾ വിഗ്രഹ ആരാധകരുമാകുന്നു. ഇനി നിങ്ങൾ പറയണം, ഈ വർഗത്തെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കേണ്ടതുണ്ടോ ഇല്ലേ? ഇവരുടെ ആദർശം ശരിയല്ല എന്ന് പറയേണ്ട ബാധ്യത ഈമാനുള്ളവർക്ക് ഉണ്ടോ ഇല്ലേ എന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഭക്ഷണം കഴിക്കുന്നവരുണ്ടെങ്കിൽ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ഈർഷ്യതയിൽ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കണം. ഇതേതാണ് മതം സഹോദരന്മാരെ? ലോകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾ, കേരള മുസ്ലിങ്ങളിലെ 90% വരുന്ന മുസ്ലിങ്ങൾ, ആ മുസ്ലിമീങ്ങൾ മൊത്തവും വിഗ്രഹ ആരാധകരാണെന്ന് ഉളുപ്പില്ലാതെ പറയുന്ന ഈ ഇരുകാലി വർഗത്തെ എന്തു ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ. ഞാൻ പറയുന്നില്ല. കഴിഞ്ഞില്ല, അയാൾ പറയുന്നത് കേട്ടോളൂ. അബൂജഹലിനേക്കാളും വലിയ മുശ്രിക്കുകളാണ് സുന്നി പണ്ഡിതന്മാർ. മഅദല്ലാഹ്. അബൂജഹലിനേക്കാളും വലിയ. അബൂജഹലെങ്ങാനും കേരളത്തിൽ വന്നാല് അയാൾ നേരെ പോവുക എവിടേക്കാ? മർക്കസിലേക്കാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ശൈഖുന AP ഉസ്താദിനെ കണ്ടിട്ട് സലാം പറഞ്ഞിട്ട് പറയും, ഞാൻ അബൂജഹൽ. ഞാൻ കരുതിയത് ഞാനാണ് വലിയ മുശ്രിക്ക് എന്നാ കരുതിയത്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴല്ലേ സംഗതി പിടുത്തം കിട്ടിയത്. ഞാനല്ല വലിയ മുശ്രിക്ക്, നിങ്ങൾ തന്നെയാണ് വലിയ മുശ്രിക്ക്, നിങ്ങളെ പണ്ഡിതന്മാരുമാണ് എന്ന് സാക്ഷാൽ അബൂജഹൽ പറയും. കേട്ടോളൂ, അയാൾ പറയുന്നത്. എന്നെങ്ങാനും അബൂജഹൽ വന്നു എന്ന് വിചാരിക്കും ഇവിടെ കേരളത്തിൽ, നേരെ മർക്കസ് സക്കാഫത്ത് സുന്നിയിലേക്ക് കയറിച്ചല്ലോ. ഞാൻ കരുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ മുശ്രിക്കിന്റെ നേതാവ് ഞാനായിരിക്കുന്ന. പക്ഷെ ഞാനൊക്കെ ചങ്ങായിമാരെ മഴ പെയ്യിപ്പിക്കുന്ന പഠിച്ചോനാണ് വകച്ചു കൊടുത്തിരുന്നു. നിങ്ങൾ അതും വകച്ചു കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങളാട്ടോ എന്റെ ലീഡർ. ഇനി ലോക മുശ്രിക്കരുടെ ലീഡർ ആകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കും ആണ് എന്ന് പറയുന്നു. ഇനി ലോക മുശ്രിക്കരുടെ ലീഡർ ആകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കും ആണ് എന്ന് പറയുന്നു. കേട്ടില്ലേ? ലോക മുശ്രിക്കുകളെ ലീഡർ ആവാനുള്ള യോഗ്യത നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കും, സുന്നി പണ്ഡിതന്മാർക്കും. അപ്പൊ അവരാണ് മുശ്രിക്കുകളുടെ, ലോക മുശ്രിക്കുകളെ നേതാവാണ് സുന്നി പണ്ഡിതന്മാർ. ഇത് പറയുന്നത് ആരാ? മുജാഹിദിന്റെ മൗലവിമാർ, വലിയ സംസ്ഥാന ലെവലിലുള്ള മൗലവിമാരായി പറയുന്നത്. നിങ്ങൾ പറയണം, മുജാഹിദ് പ്രസ്ഥാനത്തെ നമ്മെ എതിർക്കണമോ? ഇവരുടെ ആദർശം ശരിയല്ലെന്ന് ലോകത്തോട് വിളിച്ചു പറയേണ്ടുന്ന ബാധ്യത ഈമാനിന്റെ ഒരു അംശമെങ്കിലും ഉള്ളവർക്കുണ്ടോ ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചോളൂ. കഴിഞ്ഞില്ല സഹോദരന്മാരെ. അദ്ദേഹം പറയുന്നു, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളെ കുറിച്ച് പറയുകയാണ്.
തങ്ങളെ കാണുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. ജനങ്ങളുടെ ധനം അന്യായമായി തിന്നും, അതോടൊപ്പം മതത്തുന്നവർ അകറ്റുകയും ചെയ്യും. രണ്ടുവിടെ ഖലീൽ തങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിക്കൊളി. അതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിക്കൊളി. ലോകം നന്നാവട്ടെ, കേരളം നന്നാവട്ടെ. അല്ലേ? കണ്ടോ, കേരളം നന്നാവാനും ലോകം നന്നാവാനുള്ള ഒറ്റമൂലിയാണ് എന്ത്? ഖലീൽ തങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാ കേരളം നന്നാവുന്ന VS അച്യുതാനന്ദനോട് പറഞ്ഞു കൊടുക്കേണ്ട വലിയ വലിയ ഒറ്റമൂലിയാണ് ഇതൊക്കെ. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഈ രൂപത്തിൽ ലോക മുസ്ലിമീങ്ങളെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കളെ മൊത്തവും കാഫിറും മുശ്രിക്കുമാക്കുന്ന പ്രവണതയാണ് നമ്മുടെ രാജ്യത്തുള്ള മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്രത്തോളം എന്നറിയോ നിങ്ങൾ? മുജാഹിദുകൾ മുശ്രിക്കാക്കി അവര് സുന്നികളായ നമ്മുടെ പണ്ഡിതരെയും നമ്മളെയും ഒക്കെ മുശ്രിക്കാക്കി കാഫിറാക്കി. അതിന്റെ പുറമെപ്പോ അവര് മക്കയിലെ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ മുശ്രിക്കുകളെ വെള്ളപൂശുകയാണ്. അബൂജഹലിനെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അബൂജഹല്, അബൂലഹബ് ഒക്കെ. അവരെ കുറിച്ച് ഇയാൾ പറയുന്നത് എന്താണ്? ഹാജി അബൂജഹൽ എന്ന. അബൂജഹൽ ഹാജി അത്ര എങ്ങനെയുണ്ട്? അതുപോലെ അബൂലഹബ് ഹാജി, ഉത്ബത്ത് ഹാജി, ഇങ്ങനെയുള്ള കുറെ ഹാജിമാരാകുന്നു മുജാഹിദുകൾ പരിചയപ്പെടുത്തുകയാണ്. ഇത് എന്താണ് മതമെന്ന് നമ്മൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഇത് ഇവരുടെ ആദർശം എവിടെ എത്തി? നിങ്ങൾ കേട്ടോളൂ, അയാൾ പറയട്ടെ. ഹാജി അബൂജഹൽ, ഹാജി അബൂലഹബ്, ഹാജി വലീദ് ഇബ്നു മുഗീറ, ഹാജി അബൂജഹൽ, ഹാജി അബൂലഹബ്, ഹാജി വലീദ് ഇബ്നു മുഗീറ. മക്ക മുശ്രിക്കുകളെ നേതാക്കളാണ് ഇവരൊക്കെ ഹാജിമാരാകുന്നു എന്നാ പറഞ്ഞത്. എങ്ങനെയുണ്ട്? കഴിഞ്ഞില്ല. നിങ്ങൾക്കറിയോ, നമ്മളൊക്കെ മുശ്രിക്കും കാഫിറുമാക്കിയ മുജാഹിദുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഓർക്കണം. എന്താ? നമ്മുടെ നാട്ടിലുള്ള അമുസ്ലിങ്ങളായ ആളുകളുണ്ട്, കാഫിറുകളായ ആളുകൾ, അതായത് അവിശ്വാസികൾ. അവർക്കും അറിയാം അവർ മുസ്ലിങ്ങളല്ല. ഉദാഹരണം പറയാ, നമ്മുടെ നാട്ടിലെ ബാലൻ, രാമൻ, ജോസഫ് ഇവരൊക്കെ അമുസ്ലിങ്ങളാണെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. അത് ആർക്കും സംശയമില്ല. എന്നാൽ നിങ്ങൾക്കറിയോ, മുജാഹിദ് മൗലവി പറയുന്നത് എന്താണെന്നറിയോ? ഇവരൊക്കെ മുസ്ലിങ്ങളാകുന്നു എന്നാണ്. നിങ്ങൾക്കറിയോ? രാമനും ബാലനും, രാമേട്ടനും ബാലേട്ടനും ഒക്കെ മുസ്ലിമാകുന്നു. പിന്നെ കാഫിർ ആരാ? കാഫിർ ഈ താടിയും തലപ്പാവുള്ളവനൊക്കെ കാഫിറുമാകുന്നു. ഞാൻ വെറുതെ പറയല്ല, മുജാഹിദ് മൗലവി പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. അയാളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചുതരാം. പറയട്ടെ അയാള്. കാഫിറൂൻ എന്ന ഖുർആനിലെ 109-ാമത്തെ അധ്യായത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കാഫിർ എന്ന് പറഞ്ഞ ആരാ? നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് മീമോ കാഫോ എന്ന് വിളിക്കും. നമ്മൾ മീമോ കാഫോ. സത്യത്തിൽ ചോദിക്കുന്നവനായിരിക്കും കാഫ്, മറ്റോ മീമോ ആയിരിക്കും. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളെ, ക്രിസ്ത്യാനികളൊക്കെയാണ് നമ്മൾ എന്താ പറയാ? കാഫ്, നമ്മൾ മീമ്. അങ്ങ് കേൾക്കണോ? ആരാ യഥാർത്ഥത്തിൽ മീമ്? കാഫ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. നമ്മളാണ് കാഫ്, അവരോ മീമ്. അതെന്താ അങ്ങനെ? ഇവിടെ കാഫിർ എന്നൊരാളെ പറയപ്പെടാറിയങ്ങള് അയാൾക്ക് സത്യപ്രബോധനം എത്തിയിട്ട് ആ പ്രബോധനത്തെ അയാൾ നിഷേധിക്കണം. അപ്പൊ അയാൾ കാഫിറാവുള്ളൂ. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫിറാവില്ല എന്ന്. ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാഫിറാവില്ല എന്ന്. അതെന്തുകൊണ്ട്? ഒരു പുതിയ വിവരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, യാഥാർത്ഥ്യമാണ്. കണ്ടോളികൾ, ഇയാള് പറഞ്ഞു രാമനും ബാലനും ഒക്കെ കാഫിറല്ല എന്ന് പറഞ്ഞപ്പോ മുജാഹിദുകളോടാണെന്ന് പറഞ്ഞത്. അവരിങ്ങനെ തുറച്ചു നോക്കി, എന്താ ഇയാൾ ഈ പറയണത്? റബ്ബേ, രാമനും ബാലനൊന്നും മുസ്ലിം അല്ല, കാഫിറല്ല, മുസ്ലിം ആകുന്നു എന്ന് കാര്യം പറഞ്ഞപ്പോ ഇവർ തുറച്ചു നോക്കുകയാണ്. അപ്പൊ ഇയാള് പറയാ, ഇതൊരു അബദ്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട, ഇത് എന്റെയൊക്കെ തെറ്റു പറ്റിയതെന്ന് നിങ്ങൾ കരുതണ്ട, ഒരു പുതിയ വിവരമല്ല. ഞങ്ങളിപ്പോ മൗലവിമാര് യോഗം തീരുമാനിച്ചിട്ട് ഇത് പറയാൻ വേണ്ടി ഇന്നെ വിട്ടതാണെന്നുള്ള ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇത് അബദ്ധമൊന്നുമല്ല, യാഥാർത്ഥ്യമാണ് എന്നാ പറയുന്നത്. കേട്ടോളൂ, അയാളെന്നാ പറയട്ടെ. ആരെ കാഫിറാവുള്ളൂ എന്നറിയോ? സത്യദീൻ പ്രവാചകന്മാരെത്തിച്ചു കൊടുത്ത് അവരുടെ കാതുകളിൽ തൗഹീദ് എത്തിച്ചതിന് ശേഷം അവർ അതിനെ നിഷേധിക്കുമ്പോഴാണ് ഒരാൾ കാഫിറായി തീരുക. മനസ്സിലായോ? അല്ലല്ലാതെ ആരാധനക്കറിയില്ല എന്ന് ഖുർആനിന്റെ ആയത്ത് കൊണ്ട് ഓതി തെളിയിക്കുക. ഉസ്താദ് വരെ അല്ലല്ലാത്തോലെ ആരാധിക്കുക. നാം മനസ്സിലാക്കണം, ഇതാണ് കാഫ്. ഏത്? ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്.
ഇതാണ് കാഫ്. ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ്. താടിയും തലപ്പാവുള്ള ആളുകളൊക്കെ കാഫറുകള്. പിന്നെയോ ബാലനും രാമനും ഒക്കെ മുസ്ലിമുമാകുന്നു. എങ്ങനെയുണ്ട് മതം? മുജാഹിദിന്റെ തൗഹീദാണ് ഇപ്പൊ നമ്മൾ ഈ കേൾക്കുന്നത്. ഈ തൗഹീദ് സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം. ബാലനും രാമനും നമ്മുടെ നാട്ടിലുള്ള അവരൊക്കെ എന്താകുന്നു? മുസ്ലിമാകുന്നു. താടിയും തലപ്പാവും വെച്ച ഉസ്താദുമാർ, പണ്ഡിതന്മാർ അവരൊക്കെ കാഫറുകളുമാകുന്നു.